ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവയെല്ലാം നിത്യവും സത്യവും ആനന്ദപ്രദവും ആണ് എന്നാണ് ധരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊരിക്കലും സത്യാവസ്ഥയെ ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. നാം ഈ ഭൂമിയിലേക്കൊന്ന് നോക്കൂ. ഭൂമി നിശ്ചലമായി നിൽക്കുന്നതും സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതും നമുക്ക് അനുഭവമാണല്ലോ. നാം കണ്ണുകൊണ്ട് കാണുന്നു സൂര്യൻ രാവിലെ കിഴക്കു ഭാഗത്ത് ഉയർന്നു വരുന്നതും വൈകുന്നേരം പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിക്കുന്നതായും നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവമാണ്. അതേ പ്രകാരം അല്ലല്ലോ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത്. നാം ഇപ്പോൾ ഈ ധരിച്ചിരിക്കുന്ന ഈ അവസ്ഥയല്ല സത്യം. സൂര്യൻ നിശ്ചലമായി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഭൂമിയുടെ കറക്കം കൊണ്ടാണ് ഉദയാസ്തമയങ്ങളും രാവും പകലും ഉണ്ടാകുന്നത് എന്നും ഒരു ശാസ്ത്ര സത്യമല്ലേ? അപ്പോൾ ശരിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പൂർണ്ണമായും വിശ്വസനീയം അല്ല എന്നതൊരു സത്യമല്ലേ? അതിനാൽ ഉള്ളതൊരിക്കലും ഇല്ലാതെയാകില്ല, ഇല്ലാത്തതുള്ളതും ആകില്ലൊരിക്കലും, ഉണ്ടായതൊന്നുമേ ഉള്ളതല്ല, ഉള്ളതായി തോന്നുന്നുവെന്നു മാത്രം. ഇതാണ് പരമസത്യം. ഉള്ളതൊരിക്കലും ഇല്ലാതെയാകില്ല. ഉള്ളതായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ നാം കാണുന്ന ഈ പ്രപഞ്ചത്തിനെല്ലാം ആധാരഭൂതമായിരിക്കുന്ന ആ പരമചൈതന്യം ഏതോ അതാണ് ഉള്ളത്, നിത്യമായത്, സത്യമായത്. അതിന് ഒരു പരിണാമവും സംഭവിക്കുന്നില്ല. അതെന്നും എപ്പോഴും ഉള്ളതാണ്. അതാണ് വാസ്തവം. ഉള്ളതൊരിക്കലും ഇല്ലാതെയാകില്ല, ഇല്ലാത്തതുള്ളതും ആകില്ലൊരിക്കലും. ഇല്ലാത്ത ഒരു വസ്തു ഒരിക്കലും ഉള്ളതാവില്ല. ഉള്ളതായ പരമസത്തയുടെ രൂപാന്തരമാണ് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം. ഇത് ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്, ഇത് പരിണാമത്തിന് വിധേയമാവുകയാണ് ചെയ്യുന്നത്. നീരാവി, സ്ഥായിയായി പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന നീരാവി തണുത്ത് വെള്ളമായും വെള്ളം തണുത്ത് ഐസായും മാറുന്നു. വെള്ളത്തിനും മാറ്റമുണ്ട്, പരിണാമമുണ്ട്, വൃദ്ധിക്ഷയങ്ങളുണ്ട്. ആ വെള്ളം തണുത്ത് ഐസാകുന്നു. ഐസാകുമ്പോൾ അതിന് ആകൃതിയുണ്ട്. വെള്ളമാകുമ്പോൾ ആകൃതിയില്ല. ഐസാകുമ്പോൾ ആകൃതിയുണ്ട്, നിറമുണ്ട്, ഗുണങ്ങളുണ്ട്, ചൂട്, തണുപ്പ്, ഇതെല്ലാം അനുഭവമാകുന്നു. അത് നമുക്ക് നിശ്ചിതമായ ഒരു കാലയളവിൽ മാത്രമേ ഐസ് നിലനിൽക്കുന്നുള്ളൂ. അത് മറ്റൊരു രൂപത്തെ പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഐസ് കൊണ്ട് നാം ഒരു രൂപം ഉണ്ടാക്കി, ആ രൂപം എന്നും എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിലനിൽക്കണം എന്ന് വിചാരിച്ച് നാം അതിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് വിപരീതമായ കാലാവസ്ഥ വരുമ്പോൾ അലിഞ്ഞില്ലാതാകുന്നു. കാലത്തിന് വിധേയമായി അതിൻ്റെ രൂപാന്തരം വരുന്നു എന്നത് വാസ്തവമല്ലേ? അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വപദാർത്ഥങ്ങളും നിത്യമായിരിക്കുന്ന ആ വസ്തുവിൽ നിന്നും രൂപാന്തരപ്പെട്ടതാണ്. അതിൻ്റെ പ്രത്യേക രീതിയിലുള്ള ചലനമാണ് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം. അതിൽ നിന്ന് ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയും എല്ലാം ഉണ്ടാകുന്നു. ഈ ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയും പ്രത്യേക അളവിൽ കൂട്ടിച്ചേർത്തുണ്ടായതാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വവസ്തുക്കളും. നിരാകാരവും സർവ്വവ്യാപിയും സർവശക്തവുമായിരിക്കുന്ന ആ ശക്തിയുടെ രൂപാന്തരമാണ് ആകാശാദി പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ. അവ ചേർത്താണ് ഇവയെല്ലാം ഉണ്ടായത്. അതിനാൽ ഇവ ക്ഷണികമാണ്. ഇവ അല്പകാലം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ ഏതിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായത് അത് സ്ഥായിയായതാണ്, അത് നിശ്ചലമാണ്, അത് സത്യമാണ്, അത് നിരുപാധികവുമാണ്, അത് ആനന്ദസ്വരൂപം കൂടിയാണ്, അത് പരമാനന്ദമാണ്.
നമ്മുടെ മനസ്സ് അതിനെ അനുഭവിക്കുമ്പോൾ അത് ആനന്ദസ്വരൂപിയായി അനുഭവവേദ്യമാകുന്നു. അതിന് ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നതിന് വേണ്ടി ഇന്ദ്രിയങ്ങൾക്ക് നാഥനായിരിക്കുന്ന മനസ്സുകൊണ്ട് അനുഭവവേദ്യമാകുമ്പോൾ ആനന്ദവും അറിവും അഭയവുമാണത്. അറിവെന്നാൽ ആ അറിവിനപ്പുറം മറ്റൊരറിവുമില്ല. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയണമെന്നില്ല. നമ്മുടെ മനസ്സവിടെ പരിപൂർണ സംതൃപ്തിയാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ ഏതറിവ് നേടിയാലും നമുക്ക് പൂർണ്ണ തൃപ്തി വരുന്നില്ല. അതിനപ്പുറം മറ്റൊരറിവുണ്ട് എന്ന തോന്നലുണ്ടാകുന്നു. അതിനാൽ നാം അറിവിനെയല്ല, ആ അറിവിനെയല്ല ആശ്രയിക്കേണ്ടത്, പരമമായ നിത്യമായ പരമാത്മാവിനെ അറിയാൻ മനസ്സ് അതിലേക്ക് നാം തിരിച്ചു വിടുമ്പോഴാണ് നമുക്ക് നിത്യാനന്ദം അനുഭവമാകുന്നത്. അവിടെ പരിപൂർണതയാണ്. അവിടെ ഒന്നിൻ്റെയും പോരായ്മയില്ല. അവിടെ ഒരു വസ്തുക്കളുടെയും ആവശ്യവുമില്ല. നമ്മുടെ മനസ്സിൻ്റെ പരിശുദ്ധി മാത്രമേ വേണ്ടൂ. മനസ്സിൻ്റെ നിശ്ചലതയാണ് മനസ്സിനെ ചലിപ്പിക്കാൻ കാരണം പലതരത്തിലുള്ള വികലമായ ചിന്തകളാണ്. ആ വികലമായ ചിന്തകളെ നീക്കം ചെയ്ത് കഴിയുമ്പോൾ മനസ്സ് നിശ്ചലവും പരിശുദ്ധവും നിർമ്മലവും നിശ്ചലവും നിർമ്മലവുമായിത്തീരും. അങ്ങനെ നിശ്ചലവും നിർമ്മലവുമായ മനസ്സുകൊണ്ടാണ് പരമാത്മതത്വം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. അത് സാധിക്കുന്ന അത്ഭുതകരമായ ഒരു ഉപകരണമാണ് ഇപ്പോൾ നിഷ്പ്രയാസം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതാണ് ഈ ശരീരം. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇതിൻ്റെ എല്ലാ വൈഭവങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ വൃഥാ നിസാരമായ വസ്തുക്കളിൽ കൂടെ വ്യാപരിച്ച് ഇതിൻ്റെ കാലം നഷ്ടപ്പെടുത്താതെ പരമാത്മാവിനെ അറിയാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോൾ അപാരമായ ശക്തിയുടെ ഉടമയായിരിക്കും നാം എല്ലാവരും. ഉള്ളതൊരിക്കലും ഇല്ലാതെയാകില്ല, ഇല്ലാത്തതുള്ളതും ആകില്ലൊരിക്കലും. ഉണ്ടായതൊന്നുമേ ഉള്ളതല്ല, ഉണ്ടായ വസ്തുക്കൾ ഉള്ളതല്ല. അത് കുറച്ചു കാലം നിലനിന്ന് ഇല്ലാതെയാകും. ഉണ്ടായതൊന്നുമേ ഉള്ളതല്ല, ഉള്ളതായി തോന്നുന്നുവെന്നു മാത്രം. ഇതൊക്കെ ഉള്ളതായിട്ട് നമുക്ക് തോന്നുകയാണ്. ഉണ്ടായതൊന്നുമേ ഉള്ളതല്ല, ഉണ്ടായ വസ്തുക്കൾ ഒന്നും ഉള്ളതല്ല. ആ ഉണ്ടായത് കുറച്ചു കാലം നിലനിന്ന് പിന്നീടത് ഇല്ലാതെയുമാകുന്നു. ഇല്ലാതെയാവുക എന്ന് പറഞ്ഞാൽ അത് ഈ രൂപാന്തരം ജീർണതയ്ക്ക് വിധേയമാകുന്നു. അതിന് രൂപാന്തരം വന്നുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇല്ലാതെയാവുക എന്ന് പറയുന്നത്. ഉള്ളതൊരിക്കലും ഇല്ലാതെയാകില്ല, ഇല്ലാത്തതുള്ളതും ആകില്ലൊരിക്കലും. ഉണ്ടായതൊന്നുമേ ഉള്ളതല്ല, ഉള്ളതായി തോന്നുന്നു എന്ന് മാത്രം. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ ശരീരവും. നാം ഇന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരം അനുനിമിഷം മാറ്റത്തിന് വിധേയമാകുന്നു എന്നതിൻ്റെ തെളിവല്ലേ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ദിശകളിലൂടെ നാം കടന്നു പോകുന്നത്. അവിടം കൊണ്ടും അത് നിൽക്കുന്നില്ല. പിന്നീട് ജർണിച്ച് ഒന്നിനും പറ്റാതെയായി ഇത് പാടെ ഉപേക്ഷിക്കപ്പെടുന്നത്. ആ ചൈതന്യം പൂർണ്ണമായും ഇതിൽ നിന്ന് വിട്ടുപോയാൽ അതാത് പഞ്ചഭൂതങ്ങളായി ശരീരം രൂപാന്തരപ്പെട്ടു പോകുന്നു. അതിനാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉണ്ടായതാണെങ്കിൽ അതിന് വിനാശവുമുണ്ട്. കുറച്ചു കാലം അത് നിലനിൽക്കുന്നു. ഈ ബോധം എപ്പോഴും നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്കുണ്ടാവണം. ശരീരമാണ് ജനിക്കുന്നതും പരിണമിക്കുന്നതും ജീർണിക്കുന്നതും മരിക്കുന്നതും. നാം മരിക്കുന്നില്ല എന്ന സത്യം ബോധിച്ചാൽ നമുക്ക് മരണഭയമില്ല എന്ന് മാത്രമല്ല, പരമാനന്ദത്തിൻ്റെ ഉടമകളായിത്തീരും നാം ഓരോരുത്തരും.